അമേരിക്കയിലേക്കുള്ള മത്സ്യക്കയറ്റുമതിയിൽ 26% പകരച്ചുങ്കം ചുമത്തുന്ന നടപടി മത്സ്യത്തൊഴിലാളികൾക്ക് ഇടുത്തിയായിരിക്കുകയാണ്. 2019 മുതൽ അമേരിക്കയിലേക്കുള്ള ചെമ്മീൻ കയറ്റുമതിയിൽ നിരോധനമുണ്ട്. ഇന്ത്യയിൽ മത്സ്യബന്ധനത്തിന് ഇറങ്ങുന്നവർ അമേരിക്കയിലെ സംരക്ഷണ ജീവിയായ ആമയെ പിടികൂടുന്നത് ചൂണ്ടിക്കാട്ടിയാണ് നിരോധനമുണ്ടായത്. എന്നാൽ അമേരിക്കയുമായി ചെമ്മീൻ കയറ്റുമതി പുനഃസ്ഥാപിക്കാനുള്ള ചർച്ചകൾക്കിടയിലാണ് പകരച്ചുങ്കം ഏർപ്പെടുത്താനുള്ള പ്രഖ്യാപനമുണ്ടാകുന്നത്. ടെഡ് എന്ന് പറഞ്ഞൊരു ഡിവൈസ് പിടിപ്പിച്ചുകൊണ്ട് നമ്മുടെ മത്സ്യബന്ധന മേഖലയിലെ നമ്മുടെ ആമയെ നമ്മൾ രക്ഷപ്പെടുത്തി വിടുന്നു എന്നുള്ള തരത്തിൽ ഒരു ഡിവൈസ് പിടിപ്പിക്കാൻ ശ്രമം നടക്കുന്നുണ്ട്. അങ്ങനെ നടന്നു കഴിഞ്ഞാൽ നമ്മളുടെ ഈ ചെമ്മീൻ കയറ്റുമതി അമേരിക്ക വാങ്ങാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ 26% നമ്മുടെ ചെമ്മീന് മേൽ അമേരിക്ക പകരച്ചുങ്കം ചുമത്തിയാൽ നമ്മുടെ ചെമ്മീൻ അമേരിക്കൻ വിപണിയിൽ വിൽക്കാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടാവും. നിലവിൽ 10% താഴെ മാത്രമാണ് അമേരിക്ക ഇന്ത്യൻ മത്സ്യ ഉൽപ്പന്നങ്ങൾക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന ചുങ്കം. ഇതിൽ മാറ്റമുണ്ടാകുമ്പോൾ അമേരിക്കയിൽ പ്രാദേശികമായി ലഭിക്കുന്ന മത്സ്യങ്ങളെക്കാൾ വില ഇന്ത്യൻ മത്സ്യങ്ങൾക്ക് കൂടും. കാരണം അവിടെ ചെറിയ ചെമ്മീൻ ഉപയോഗിക്കുന്നത് സാലഡ് ചെമ്മീൻ എന്നുള്ള രീതിയിലാണ് ഉപയോഗിക്കുന്നത്. ആ ചെമ്മീൻ ഏറ്റവും വില കുറഞ്ഞ രീതിയിൽ വാങ്ങിയാണ് അവരത് ഉപയോഗിക്കുന്നത്. അപ്പോൾ അവിടെ ആഭ്യന്തരമായി ഉൽപ്പാദിപ്പിക്കുന്ന ചെമ്മീൻ ഫ്ലോറിഡ, അലാസ്ക പോലുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് ഇത്തരത്തിലുള്ള ചെമ്മീൻ വരികയാണെങ്കിൽ തീർച്ചയായും നമ്മളുടെ ചെമ്മീൻ അവിടെ വിപണനം നടത്താൻ പറ്റാത്ത തരത്തിലുള്ള അവസ്ഥയുണ്ടാകും. മുൻപ് ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ചെമ്മീൻ കയറ്റുമതി ചെയ്തിരുന്നത് അമേരിക്കയിലേക്കാണ്. മറ്റ് രാജ്യങ്ങളിൽ നിന്ന് മത്സ്യം ചുങ്കമില്ലാതെ അമേരിക്കയിൽ എത്തുന്നതിനാൽ ഭാവിയിൽ ഇന്ത്യൻ മത്സ്യോൽപ്പന്നങ്ങൾ അമേരിക്കൻ വിപണിയിൽ നിന്ന് പുറത്താകാനുള്ള സാധ്യതയാണ് മത്സ്യത്തൊഴിലാളികളെ ആശങ്കയിലാക്കുന്നത്. മാതൃഭൂമി ന്യൂസ്, കൊല്ലം.